ആഗ്രഹിക്കുന്ന പുതുമകൾ. KGP ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാലടി. ഇന്ന് മാർച്ച് 8 വനിതാ ദിനം. എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്ത്രീകളുടെ നേട്ടങ്ങളെ ആദരിക്കുന്നതിനും ലിംഗസമത്വത്തിനും വേണ്ടി വാദിക്കുന്നതിനുമായി ആഗോളതലത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്കൊരു വനിതയെ പരിചയപ്പെടാം. സ്ത്രീകളുടെ പുരോഗതി പ്രോത്സാഹിപ്പിക്കുന്ന ഫലപ്രദമായ തന്ത്രങ്ങൾ നടപ്പിലാക്കുകയും അതിനായുള്ള നിരന്തര ശ്രമങ്ങൾ നടത്തിവരികയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആൻസി ജിജോ. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാണ് ആൻസി. ഞാൻ ആൻസി ജിജോ, കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ ചെങ്ങൽ എന്ന പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ നിലവിൽ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് കാഞ്ഞൂർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പറാണ്. കാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റാണ്. വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ഈ രാഷ്ട്രീയ പൊതുരംഗത്തേക്ക് പ്രവേശിച്ചത്. ഒരിക്കലും എൻ്റെ ചിന്തയിൽ പോലും ഉണ്ടാവാതിരുന്ന ഒരു കാര്യമാണ് സത്യത്തിൽ ഈ പൊതുപ്രവർത്തനം എന്നൊക്കെ പറയുന്നത്. കോളേജിൽ ഒരു PG, യൂണിവേഴ്സിറ്റിയിൽ ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലാണ് ഞാൻ PG ചെയ്തത്. അതിനുശേഷം സഹപാഠികളുടെയും അതോടൊപ്പം അധ്യാപകരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവരെല്ലാം MPhilഉം PhDയുമായിട്ട് പോയപ്പോൾ ഞാൻ ജേർണലിസത്തിലേക്കാണ് തിരിഞ്ഞത്. പിന്നെ കോട്ടയം പ്രസ് ക്ലബ്ബിലാണ് ഫസ്റ്റ് ഞാൻ ജേർണലിസത്തിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതും അവിടെ എൻട്രൻസ് എഴുതുന്നതും. അവിടെ ഒരു സെക്കൻഡ് റാങ്ക് കിട്ടിയപ്പോൾ എനിക്ക് വല്ലാത്ത ആത്മവിശ്വാസമായി. അപ്പോഴാണ് കേരള പ്രസ് അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ ഞാൻ കേരള പ്രസ് അക്കാഡമിയിൽ എൻട്രൻസ് എഴുതി. 30 സീറ്റേ ഉള്ളൂ, റിസർവ്ഡ് സീറ്റ് ഉൾപ്പെടെ 30 ഉള്ളൂ. എന്നിരുന്നാലും അവിടെ എനിക്ക് ആ സീറ്റ് ലഭിച്ചു. അതിനുശേഷം ഒരു സ്വകാര്യ TV ചാനലിൽ സബ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തു. അതേസമയം തന്നെയാണ് ആകാശവാണി കൊച്ചിൻ FM 107.5 റെയിൻബോ ചാനലിൽ അത് തുടങ്ങുന്ന സമയത്ത് RJ ആയിട്ടും പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് നമ്മുടെ കേരളത്തിലെ ഏതൊരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിലും സംഭവിക്കുന്നത് പോലുള്ളൊരു സംഭവമാണ് എൻ്റെ ജീവിതത്തിന് സംഭവിച്ചത്. കുടുംബം, അതോടൊപ്പം വിവാഹം. നീണ്ട 8 വർഷങ്ങളാണ് ഒന്നും ചെയ്യാതെ തന്നെ, എന്നാൽ ധാരാളം പണി ചെയ്ത് ഒന്നും ചെയ്യാതെ തന്നെ കടന്നുപോയ നീണ്ട 8 വർഷങ്ങൾ. പ്രിയപ്പെട്ടവരെ, 5 ദിനപത്രങ്ങൾ വായിച്ചിട്ട് മാത്രം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഒരു പത്രം പോലും വായിക്കാത്ത രീതിയിലേക്ക് എൻ്റെ ദിവസങ്ങൾ മാറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. പക്ഷെ അവിടെ എപ്പോഴോ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന ബോധ്യവും ചിന്തയും എന്നെ അലട്ടിക്കൊണ്ടിരുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ പതുക്കെ എനിക്ക് എഴുതാൻ തോന്നുമ്പോൾ എഴുത്തിലേക്കും അതോടൊപ്പം ചെറിയ രീതിയിലൊക്കെ പൊതുരംഗത്തിലേക്കുമൊക്കെ ആ ഒരു കുടുംബത്തിൻ്റെ പിന്തുണയോടുകൂടി തന്നെ ഞാൻ സജീവമാകാൻ തുടങ്ങിയത്. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലേക്ക് മത്സരിക്കണമെന്ന് ഇടതുപക്ഷ CPMന്റെ നേതൃത്വത്തിലുള്ള ഒരു പാനലിലേക്ക് ഞാൻ മത്സരിക്കണമെന്ന രീതിയിലേക്ക് എനിക്കൊരു ഓഫർ വരുന്നത്. രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തൊക്കെ 50% സംവരണമാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് വന്നിരിക്കുന്നത്. വലിയ സാധ്യതകളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പലരും ഈ രംഗത്തേക്ക് വരാൻ മടിച്ചു നിൽക്കുന്നുണ്ട്. അവരൊക്കെ പറയുന്ന കാര്യം, ഞങ്ങളെ ആരും പിന്തുണയ്ക്കുന്നില്ല, ഞങ്ങൾക്ക് സപ്പോർട്ട് തരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ എൻ്റെ കൂടെ സഹപ്രവർത്തകരായിട്ടുള്ള പലരെയും ഞാൻ ഇടയ്ക്ക് വെച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണാറുണ്ട്. വളരെ മിടുക്കരായിരുന്നവർ, പഠിക്കുന്ന സമയത്ത് ഏറ്റവും മിടുക്കരായിരുന്നവർ ഇപ്പോഴും ഒരു കുടുംബിനിയായി തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അവർ പറയുന്നു ഞങ്ങൾക്ക് നഷ്ടബോധം തോന്നുന്നു, എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്കും ചെയ്യാമായിരുന്നു എന്നൊരു ചിന്ത അവർ പറയുന്നുണ്ട്. ഞാൻ അവരോട് മിക്കപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? സമൂഹം ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം എന്നൊരു കാഴ്ചപ്പാട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കണം അവളുടെ വസ്ത്രധാരണം, അവളുടെ ചിന്ത ഇങ്ങനെയായിരിക്കണം, അവൾ ഇതായിരിക്കണം പറയേണ്ടത്, അവൾ ഇങ്ങനെ ആയിരിക്കണം നടക്കേണ്ടത്. ആ ചിന്തകൾക്കനുസരിച്ച് സ്ത്രീകളെ നമ്മൾ ഒരു അച്ചുകൂടത്തിലേക്ക് ഒതുങ്ങി നിൽക്കുകയാണ്. നമ്മൾ അച്ചുകൂടത്തിൽ ഒതുക്കി നിൽക്കുന്നിടത്തോളം കാലം ആര് നമ്മളെ പിന്തുണച്ചാലും നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കില്ല. ആ അച്ചുകൂടത്തിൽ നിന്നും പുറത്തു കടക്കണമെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വനിതാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറേ പോസ്റ്ററുകളൊക്കെ വാട്സാപ്പിൽ കാണാൻ സാധിക്കുന്നത് ഒരു കുഞ്ഞിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ ഒരു അമ്മ, അതാണ് ഒരു സ്ത്രീ എന്ന സങ്കല്പം. പക്ഷേ ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, സ്ത്രീ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് എന്ന് സ്വയം ഒരു ബോധ്യം ആദ്യം വേണ്ടത് പെണ്ണിനാണ്. നമുക്കാണ് വേണ്ടത്. സമൂഹത്തിലെ സ്ത്രീ പുരുഷൻ എന്നതിലുപരിയായിട്ട് ഒരു വ്യക്തി എന്ന തലത്തിലേക്ക് നമ്മൾ ഉയരാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ എന്നും ഈ അച്ചുകൂടത്തിനനുസരിച്ച് രൂപപ്പെട്ടുകൊണ്ട് എന്നെ ആരും പിന്തുണയ്ക്കുന്നില്ല, എന്നെ സഹായിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്ന് സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതോടൊപ്പം അതിൽ നിന്ന് മാറിക്കൊണ്ട് ഞാനൊരു വ്യക്തി, എനിക്ക് സ്വപ്നങ്ങളുണ്ട്, എനിക്ക് ചിന്തകളുണ്ട്, എനിക്ക് രാഷ്ട്രീയമുണ്ട്, എനിക്ക് അഭിപ്രായമുണ്ടെന്നൊക്കെ പറയാൻ തയ്യാറാകുന്നിടത്ത് നിങ്ങളെ കേൾക്കാൻ ഒരു സമൂഹമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അവിടെ എല്ലാവരും നിങ്ങൾ അംഗീകരിക്കും. ഒരുപക്ഷെ ഇന്ന് അംഗീകരിക്കില്ലായിരിക്കും, നാളെ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം അവർക്ക് വരും. ആ സമൂഹം നിങ്ങളെ അംഗീകരിക്കും. അതാണ് എൻ്റെ ജീവിതാനുഭവം. വനിതാ ദിനം വരുമ്പോഴാണ് വനിതകളെക്കുറിച്ച് നമ്മൾ വനിതകൾക്ക് വേണ്ടി ഒരു സ്പേസ് ഒരുക്കിയിട്ട് കൊടുത്തുകൊണ്ട് രാത്രിയിൽ നടക്കാൻ പറയുന്നു. അതൊക്കെ നമ്മളും ചെയ്യുന്നതാണ്, നല്ലത് തന്നെയാണ്, ഒക്കെ നല്ലത് തന്നെയാണ്.
പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, സ്ത്രീയുടെ ശബ്ദത്തിന് വിലയുണ്ടാകണമെങ്കിൽ അവൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് സാമ്പത്തിക സുരക്ഷിതത്വമാണ്. അതൊരു ഭർത്താവിൽ നിന്നും കിട്ടുന്ന സാമ്പത്തിക സുരക്ഷിതത്വമോ അല്ലെങ്കിൽ ഒരു പക്ഷേ അവൾക്ക് അവളുടെ വീട്ടിൽ നിന്ന് ലഭ്യമാകുന്ന സാമ്പത്തിക സുരക്ഷിതത്വമോ അല്ല. അവളുടെ കഴിവിലൂടെ അല്ലെങ്കിൽ അവൾ നേടിയെടുത്തതിലൂടെ അവൾ സ്വന്തമായി ആർജിച്ചെടുക്കുന്ന ആ സാമ്പത്തിക സുരക്ഷിതത്വം അവൾക്ക് എന്ന് ലഭിക്കുന്നുവോ അന്ന് അവൾ ഈ സമൂഹത്തിൽ ഒരു വ്യക്തിയായി മാറുന്നു. അല്ലെങ്കിൽ അവൾ അമ്മയായും സഹോദരിയായും ഭാര്യയായും ആ ലേബലിൽ തന്നെ നിലനിൽക്കും. അത് വേണമോ അതൊരു വ്യക്തിയായി മാറണമോ എന്ന് ചിന്തിക്കേണ്ടത് സമൂഹമല്ല, നമ്മൾ ഓരോരുത്തരുമാണെന്നുള്ള ബോധ്യമാണ് നമുക്ക് വേണ്ടത്. ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു വാർഡ് ഒരു ചെറിയ പരിധിയല്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമുഖമായിട്ടുള്ള എനിക്ക് ഒരു 8 വാർഡുകളുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തന്നെയാണ് ലഭിച്ചത്. അപ്പോൾ അതിൽ എൻ്റെ സാധ്യതകൾ എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതായത് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ നമ്മളൊരു റിസർവ്ഡ്, അതായത് വനിതാ സംവരണത്തിലൂടെ തന്നെയാണ് നമ്മൾ മത്സരിക്കുന്നത്, ശരിയാണ്. പക്ഷേ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ സമൂഹം നമ്മളെ ഒരിക്കലും ഒരു സ്ത്രീയാണ് അവൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ അവൾക്ക് ആ നേരത്ത് വരാൻ പറ്റില്ല, അങ്ങനെ ഒരു പരിഗണന സമൂഹം ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യവുമില്ല. അതായത് പുരുഷനാണോ സ്ത്രീയാണോ ഇനി അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും അവാന്തര വിഭാഗങ്ങളുണ്ടോ, അവർ ജനപ്രതിനിധിയായിട്ടാണ് സമൂഹം കാണുന്നത്. അവർ എത്തേണ്ടടുത്ത് എത്തിയിരിക്കണം, അവർ ഇടപെടലുകൾ നടത്തിയിരിക്കണം. അതായത് കൃത്യമായും ഒരു ഐഡന്റിറ്റി ആ സമൂഹത്തിലേക്ക് പതിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾ സ്വീകരിക്കൂ എന്നുള്ളതാണ് ഞാൻ തുടക്ക കാലഘട്ടത്തിൽ മനസ്സിലാക്കിയത്. അതായത് തൂണുകൾ, ഏതെങ്കിലും തൂണുകൾ പറയുന്നു അല്ലെങ്കിൽ ഞാൻ ഉറത്തി നിൽക്കുന്നു, നിങ്ങളത് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ആ പരിധിക്കകത്ത് നിൽക്കാതെ അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ, അതായത് തണലിൽ നിൽക്കുന്ന ചെടികൾ ഒരിക്കലും ഉയരം വെക്കാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മൾ നിലപാടുകൾ പറയാൻ തയ്യാറാവുകയാണെങ്കിൽ, മുന്നോട്ട് നടക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവസരങ്ങളുടെ ഒരു വലിയ ലോകം തന്നെയാണ് ഈ സാമൂഹിക പ്രവർത്തന രംഗം നമുക്ക് നീക്കിവെക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ചെങ്ങൽ വനിതാ വായനശാലയുടെ ഒരു നേതൃത്വം എന്ന രീതിയിൽ തന്നെ സമൂഹത്തിന് അനുഗുണമായ രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു ദിവസം ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുക എന്നതിലപ്പുറത്തേക്കായിട്ട് പഠിക്കുകയായിരുന്നു നമ്മൾ. സത്യത്തിൽ നമ്മുടെ ഒരു സംഘം ഏകദേശം 14 വനിതകളുള്ള ഒരു കൂട്ടായ്മ ആദ്യം രൂപപ്പെടുത്തിയെടുത്തു. വനിതാ വായനശാലയുടെ സാരഥികൾ ഞങ്ങൾ 14 പേരുമാണ്. അവർ മനസ്സിലാക്കിയ ഒരു സംഗതി എന്ന് പറയുന്നത് ഒരിക്കലും കുട്ടികളെ അല്ല നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് അറിയാത്തതായി ഒന്നുമില്ല. അവർക്ക് അവരുടെ വിദ്യാലയങ്ങളിൽ, കോളേജുകളിൽ, അതേപോലെ അവരുടെ ലഭ്യമായിട്ടുള്ള മൊബൈൽ ഫോണുകളിലടക്കം എക്സൈസിൻ്റെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ക്യാമ്പയിനുകൾ കൃത്യമായിട്ട് എത്തുന്നുണ്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ളതാണ്. അറിയാത്തത് വീട്ടിലിരിക്കുന്ന അമ്മയ്ക്കാണ്. ഈ മാതൃസ്നേഹം എന്ന് പറയുന്ന ഒരു തലമുണ്ടല്ലോ, ആ തലത്തിലേക്ക് ഉയർന്നിട്ട് അവർ ഈ സമൂഹത്തിൽ നിന്നും തൻ്റെ മക്കളെ അടക്കിപ്പിടിക്കുന്ന ഒരു കാഴ്ച. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, മക്കളെ എത്രത്തോളം നമ്മൾ അടക്കിപ്പിടിക്കുമ്പോഴും എല്ലാ തെറ്റിൽ നിന്നും മാറ്റി നിർത്തി എൻ്റെ മക്കൾ നല്ലതാണ് എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മളാണ് അവിടെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നത്. കാരണം അവർ നല്ലതല്ല, അല്ലെങ്കിൽ അവർ ഈ രീതിയിലേ പോകുന്നു എന്ന് സമൂഹം 1-2 പ്രാവശ്യം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുമ്പോഴും അതൊരു പക്ഷേ എത്തിച്ചേരുന്നത് പോലീസിലോ എക്സൈസിലോ ആയിരിക്കും. അവർ വിളിച്ചുവരെ വാൺ ചെയ്യുമ്പോഴും അവിടെ അമ്മമാരാണ് പറയുന്നത്, ഇല്ല എൻ്റെ കുട്ടികൾ ഇത് ചെയ്യില്ല, അവർ ആ കൂട്ടിൻ്റെ കൂടെ പോയതാണെന്ന്. പ്രിയപ്പെട്ടവരെ, അമ്മമാരോട് പറയാനുള്ളത് ഇത്രയുള്ള കാര്യം, നമ്മൾ കുറച്ചും കൂടി കാലഘട്ടത്തിൽ ജാഗ്രതയോടുകൂടി നിലനിൽക്കണം. നമ്മൾ പറ്റിക്കപ്പെട്ടു പോകുന്ന അമ്മമാരായിട്ടല്ല മാറേണ്ടത്, നമ്മൾ വിവേകമുള്ള അമ്മമാരായിട്ട് മാറാൻ തയ്യാറാകുന്നിടത്ത് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ കുട്ടിയെ ഒരു കാരണവശാലും ലഹരിയിലേക്ക് പോകാനുള്ള സാഹചര്യം നമ്മൾ തടയിടും. എനിക്കറിയില്ല എന്ന് പറയുന്നിടത്തല്ല, എനിക്കറിയാം, ഞാൻ ഇടപെടും എന്ന് പറയുന്ന ആ ഒരു ചിന്തയാണ് ഇവിടെ അമ്മയ്ക്ക് വേണ്ടത്. അമ്മ എന്ന തലത്തിൽ നിന്നും ഉയർന്ന് ഒരു സ്ത്രീക്ക് വേണ്ടത് നമ്മൾ തിരിച്ചറിയണം. എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ധന്യ മാഡത്തിന്റെ സഹായത്തോടു കൂടി നമ്മൾ പല ക്ലാസ്സുകളിലും വീട്ടുമിറ്റ സദസ്സുകളാണ് വെച്ചിട്ടുള്ളത്. അമ്മമാരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരിലേക്ക് നമ്മൾ ബോധവൽക്കരണം കൊടുത്തു. ആ കുട്ടികളുടെ പ്രവർത്തന രീതികൾ, അവരുടെ വസ്ത്രങ്ങൾ, എന്തിനാ അവരുടെ മണത്തെ വരെ മനസ്സിലാക്കാൻ തക്ക വിധത്തിലേക്ക് നമ്മൾ മാറണം എന്ന രീതിയിൽ ഒരു 7-8 ക്യാമ്പയിൻ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ സംഘടിപ്പിച്ചു. നല്ല പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ലഭിച്ചത്. അതിനുശേഷം ഈ മാർച്ച് 8 ബന്ധപ്പെട്ടിട്ട് നമ്മൾ നമ്മുടെ വാർഡിന്റെ, നമ്മുടെ വായനശാല പരിധിയിൽ വിവിധ ബോക്സുകൾ സ്ഥാപിക്കുകയാണ്, പരാതി പെട്ടികൾ നമ്മൾ
സ്ഥാപിക്കുകയാണ്. അതായത് ഇത്രയും നാളും സമൂഹത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളൊരു അവബോധമാണ് നമ്മൾ സൃഷ്ടിച്ചത്. മറിച്ച് ഇനിയും ഏതൊരാൾക്കും അവരുടെ പേരോ അവരുടെ ഐഡന്റിറ്റിയോ ഞങ്ങൾ വെളിപ്പെടുത്തില്ല. അവർക്ക് കൃത്യമായി ഇന്ന പ്രശ്നങ്ങൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന രീതിയിൽ ആ പരാതിപ്പെട്ടിയിൽ നിങ്ങൾക്ക് സ്ഥാപിക്കാം. ചെങ്ങൽ വനിതാ വായനശാല പോലീസും എക്സൈസുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളെ അണിനിരത്തി, നിങ്ങളെ കൂടി അണിനിരത്തിക്കൊണ്ട് തന്നെ ആ വിഷയത്തിൽ നേരിട്ട് ഇടപെടാനുള്ള സാധ്യതകളിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. രണ്ടാമത് നമ്മൾ വനിതാ വായനശാല ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് നാടിനൊരു പച്ചപ്പ് എന്നുള്ള പദ്ധതി. അപ്പോൾ ഈ പദ്ധതിയിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ നാടിൻ്റെ വിജനമായ ഒത്തിരി പ്രദേശങ്ങളുണ്ട്. ഇപ്പോൾ ശബരി റെയിൽപാതയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വിജനമായി കിടക്കുന്ന ഒത്തിരി ഇടങ്ങൾ, അവിടെ ആ ഇടങ്ങളിലേക്ക് നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. ഫലവൃക്ഷങ്ങളാണ് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യുക എന്നുള്ളതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിന് പല ഓർമ്മകൾ ഉണ്ടാകും. ഒരു പക്ഷേ വിവാഹമായി ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ വേദനിപ്പിക്കുന്ന ഓർമ്മകളായിരിക്കാം. എന്നിരുന്നാലും ആ ഓർമ്മകൾക്ക് മൂർത്തമായിട്ടുള്ള ഒരു ചിത്രം എന്ന രീതിയിൽ ഒരു മരം അവർക്ക് നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ ചെങ്ങൽ വനിതാ വായനശാല അത് ഫെൻസൊക്കെ കെട്ടി സംരക്ഷിച്ച് അതിൻ്റെ ഒരു വളർച്ചയിൽ ഓരോ ഘട്ടത്തിലും നമ്മൾ നിരീക്ഷിച്ച് ആ ഒരു മരത്തിനെ ഈ ഒരു സമൂഹത്തിലേക്ക് സംഭാവന ചെയ്യുക എന്ന രീതിയിലേക്ക് നാടിനൊരു പച്ചപ്പ് നമ്മൾ ആവിഷ്കരിച്ചു. വളരെ മികച്ച പ്രതികരണമാണ് അതിന് ലഭിച്ചത്. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തലം എന്നതോടൊപ്പം തന്നെയാണ് കാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒരു പ്രസിഡന്റ് എന്ന തലത്തിലേക്ക് പൊതുപ്രസ്ഥാനം എൻ്റെ പേര് നിർദ്ദേശിച്ചത്. വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണത്. പ്രിയപ്പെട്ടവരെ, സ്ത്രീകൾക്ക് പരിധികളില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. 60 വർഷത്തിന് ശേഷമാണ് ഒരു സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്ന തലത്തിലേക്ക്, ഒരു വനിത എന്ന തലത്തിലേക്ക് എന്നെ പൊതുപ്രസ്ഥാനം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷം, അതോടൊപ്പം വലിയ അഭിമാനവുമുണ്ട്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ വന്നപ്പോൾ തന്നെ കാർഷിക രംഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചിന്ത ആദ്യം ഉയർന്നപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ് തൊടിയിൽ നിന്നൊരു തോരൻകൂട്ട് എന്ന ഒരു അടുക്കളത്തോട്ടം പദ്ധതി. ഏകദേശം 9 വാർഡുകൾ ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് അവിടെ വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അടുക്കളത്തോട്ടം രൂപീകരിക്കുക. 5 മുതൽ 10 വരെയുള്ള വനിതകളെയാണ് അടുക്കളത്തോട്ടം ചെയ്യാൻ സാധിക്കുന്ന, ഇഷ്ടപ്പെടുന്നവരെ ഉൾപ്പെടുത്തുക എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു 90 അടുക്കളത്തോട്ടത്തിൽ നിജപ്പെട്ടു പോകുമായിരുന്നു. ഇന്ന് 135 അടുക്കളത്തോട്ടങ്ങളാണ് കാഞ്ഞൂർ സഹകരണ ബാങ്കിന്റെ പരിധിയിൽ 135 അടുക്കളത്തോട്ടങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും ഒക്കെ സഹകരണത്തോടു കൂടി കർഷക ഭേരിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ 9 വാർഡുകളിലും അടുക്കളത്തോട്ടങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ അടുക്കളത്തോട്ടത്തിലേക്ക് വരുന്ന ഒരു കൃഷിയുടെ പുതിയൊരു സംസ്കാരത്തിലേക്ക് വരുന്ന തൊടിയിൽ നിന്നൊരു തോരൻകൂട്ട് എന്ന രീതിയിലാണ് നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. പൊതുപ്രവർത്തന രംഗത്തിലേക്ക് കൂടുതൽ സ്ത്രീകൾ കടന്നു വരേണ്ട ആവശ്യകത പറയുന്നതിന്റെ പ്രധാന കാരണം, പ്രിയപ്പെട്ടവരെ, സ്ത്രീകൾക്ക് മാത്രമേ സ്ത്രീകളുടെ കണ്ണിലൂടെ സ്ത്രീ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പൊതുസമൂഹത്തിന് പുരുഷന്മാർക്ക് സാധിക്കില്ല എന്നൊരു ചോദ്യം ചോദിക്കാം. പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾ പ്രധാനമായും മനസ്സിലാക്കുന്നത് എനിക്ക് മാത്രമാണ്. എന്നിലൂടെ എനിക്കൊരു സ്ത്രീയെ മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ ഈ പൊതുരംഗത്ത് സ്ത്രീകൾ കൂടുതൽ കടന്നു വരുന്നതിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രശ്നങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധി നിഷ്കർഷിക്കാനും ഒരു പെണ്ണിന് സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വനിതാ വായനശാലയുമായി ചേർന്നിട്ടാണ് നമ്മൾ വനിതകൾക്കായി യാത്രകൾ സംഘടിപ്പിക്കുന്നത്. അതായത് ആവർത്തന വിരസമായ അടുക്കള ജോലികൾ, അതായത് വീട്ടിലിരിക്കുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ തരത്തിലെ ജോലി ചെയ്യുന്ന, ഒരേ രീതിയിൽ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്ന കുറേ സ്ത്രീകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ ഇവരിൽ നിന്നൊരു മാറ്റം, അല്ലെങ്കിൽ ഒരു മാനസികമായ ഒരു സന്തോഷം ആഗ്രഹിക്കുന്നില്ലേ? ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ എന്ന ചോദ്യത്തിൽ നിന്നുമാണ് നമുക്ക് യാത്രകൾ പോകാം എന്നൊരു ചിന്ത വന്നത്. അപ്പോൾ മൂന്നാറാകട്ടെ, ആലപ്പുഴയാകട്ടെ, ഇപ്പോൾ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ലെന്ന് പറയുന്നത്. ചിലർ പറയുന്നത് കേരളം നമുക്ക് വിടാം എന്നാണ് പറയുന്നത്. നമുക്ക് ഹിമാചൽ പ്രദേശിൽ പോകാം, നമുക്ക് കാശ്മീരിൽ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ആ രീതിയിലൊക്കെ ടൂറുകൾ പ്ലാൻ ചെയ്തു വരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് നമ്മുടെ വീട്ടിലെ വീട്ടമ്മമാർ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ മനുഷ്യർ അവർ വ്യക്തികൾ എന്ന തലത്തിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു അച്ചുകൂടത്തിലേക്ക് ഒതുങ്ങുന്നതിൽ നിന്നും അവരുടെ ചിന്തകളൊക്കെ പതുക്കെ ഉണർന്നു തുടങ്ങുന്നു എന്നതിന്റെ തെളിവാണ്. മരിക്കുന്നതിന് മുൻപ് എനിക്കൊന്ന് ജമ്മു കാശ്മീരിൽ പോകണം എന്ന ആവശ്യം പറഞ്ഞ ഒരു 59-കാരിയെ ഞാൻ അടുത്ത കാലത്ത് കണ്ടു. നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യൂ, എൻ്റെ എല്ലാ സമ്പാദ്യവും എടുത്ത് ഞാൻ നിങ്ങളോടൊപ്പം വരാൻ തയ്യാറാണ്, എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല, നിങ്ങൾ തയ്യാറാണെങ്കിൽ
ഞാൻ വരാം എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ 59 വയസ്സിലും 60 വയസ്സിലെങ്കിലും പറയാൻ സാധിക്കണം, ഒരിക്കലെങ്കിലും നമുക്ക് ജീവിക്കാൻ സാധിക്കണം, ഞാനൊരു പെണ്ണാണെന്ന്, ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു വ്യക്തിയാണെന്ന രീതിയിൽ സമൂഹത്തിലേക്ക് വിളിച്ചു പറയാൻ സാധിക്കണം. അതായത് ജനിച്ചിട്ട് ഇത്രയും നാളും ആർക്കൊക്കെയോ വേണ്ടി നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ മാറ്റിവെച്ച് നമ്മൾ ജീവിച്ചു, നല്ലത് തന്നെ എന്ന് ചിലപ്പോൾ സമൂഹം പറയുമായിരിക്കും, അവൾ നല്ല സ്ത്രീയാണ്, അവൾ അങ്ങനെയാണ് എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ഒന്ന് ജീവിക്കണ്ടേ? നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തേണ്ടതല്ലേ എന്ന ചിന്ത ഇന്ന് പലർക്കുമുണ്ട്. ആ ചിന്തയിൽ നിന്നാണ് ഞങ്ങൾ യാത്രകൾ പ്ലാൻ ചെയ്യുന്നത്. വളരെ നല്ല പിന്തുണയാണ് ആ കാര്യത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ വനിതാ ദിനത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് വലിയ വലിയ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വലിയ പ്രതിസന്ധികൾ ഉണ്ടാകണം. പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾ മുന്നോട്ട് അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുകയുള്ളൂ. ആ മുന്നോട്ട് കടക്കാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷേ സമൂഹത്തിലേക്ക് വലിയ നന്മകളായിരിക്കും നമുക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കുക. നമുക്ക് എപ്പോഴും സുരക്ഷിതത്വം നൽകി, നമുക്ക് എപ്പോഴും പിന്തുണ നൽകിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും നമ്മൾ വളരുകയില്ല. നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തിൽ മാത്രം നിന്നു പോകും. നമ്മുടെ മുൻപ് വലിയ പ്രതിസന്ധികൾ വരണം. ആ പ്രതിസന്ധികൾ വരുമ്പോൾ അവിടെ നിന്ന് പകച്ചു നിൽക്കാനല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ചുറ്റുപാടും ഒന്ന് കണ്ണോടിക്കണം. പല വാതിലുകൾ നമുക്കുണ്ടാകും, ആ വാതിലുകളിലൊക്കെ ഒന്ന് മുട്ടാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വലിയ ഒരു ലോകം നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു കിട്ടും. അപ്പോൾ വലിയ പ്രതിസന്ധികൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ അതിജീവിക്കാനുള്ള കരുത്തും നമ്മൾ നേടുകയുള്ളൂ. അത് തന്നെയാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശവും. താങ്ക് യു. ആദ്യമേ തന്നെ ഞാനും ആശംസിക്കുകയാണ് വനിതാ ദിനാശംസകൾ. ഇന്നത്തെ ഈ ദിവസം ഏറ്റവും സുന്ദരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പേര് ആൻസി ജിജോ. ഞാൻ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് കാഞ്ഞൂർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പറാണ്. നിലവിൽ കാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റാണ്. ക്ലിയർ വിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി കെ ഫോൺ ലഭിക്കും. ജൂലൈ 1 മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ്. നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത്. കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർ വിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്.